നമ്മൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോംപ്രമൈസ് ആക്കി സ്നേഹത്തോടെ പിരിഞ്ഞല്ലേ? എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല നമ്മളല്ല ചെയ്തതെന്ന്. നിനക്ക് വല്ല പ്രാന്തുണ്ട് ദേവദാസേ? ഇതൊക്കെ തന്നെയല്ല എല്ലായിടത്തും പറയുന്നത്. ഈ അച്ഛനും സ്വാമിയും കത്തീവൊക്കെ പറയുന്നത് ഇത് തന്നെ. ഇതുവരെയായിട്ട് ആരും മാറിയിട്ടുമില്ല. പിന്നെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രനും ആ സുലൈമാനും മാത്രമുണ്ട്. പൊട്ടന്മാർക്കല്ലാണ്ട് ആർക്ക് ബോധ്യപ്പെടാൻ? അതുകൊണ്ട് തന്നെ നമ്മുടെ കൊടിയുള്ള എല്ലാ സ്ഥലത്തും ഒരു ശ്രദ്ധ വേണം. ബേത്തൂരും 4 മൈലിലും ഈ 2 പേര് വെച്ച് പോകണം. ഇവിടെ നമ്മുടെ മനോജും ചന്ദ്രനും നിൽക്കട്ടെ. അയ്യോ ഞാൻ നിൽക്കൂല, എനിക്ക് മഞ്ഞപ്പിത്തം വന്നല്ലേ, മഞ്ഞത്ത് നിൽക്കാൻ പാടില്ല. പിന്നെ വീട്ടിലെ അമ്മൂമ്മ ഒറ്റക്കല്ലേ. നീ നിൽക്കും. എന്നാ ഞാൻ ഒറ്റക്ക് നിൽക്കൂല, ഇവരോട് നിൽക്കാൻ പറ. അതുകൊണ്ടാ കോപ്പ ഞാൻ നിൽക്കാൻ പറഞ്ഞേ. കൂട്ടത്തിൽ വലിയ വർത്താനമുള്ളത്. ആ പോട്ടെ, മുരളി ഉണ്ടാവും. 3 സ്ഥലത്ത് നിന്നാ മതി. ബാക്കിയുള്ള സ്ഥലത്ത് മോഹൻജി ഏർപ്പാടാക്കിക്കോളൂ. എങ്കിൽ ശരി. നോക്കട്ടെ. കാണുന്നുണ്ട്. എന്താണ് ഇതിൽ 3 മൈൽ കാണാൻ പറ്റുമോ? പിന്നെ അതിൽ കുത്തബ് മിനാറും താജ്മഹലും ഒക്കെ കാണാം. എടാ പോങ്ങ, ഇതിലെങ്ങനെയാടാ 3 മൈൽ കാണുന്നേ? ഇനി കൊടിയൊന്നും ഒരുതരം തൊടുമെന്ന് തോന്നുന്നില്ല. ഇന്നെന്തൊരു പ്രസംഗമായിരുന്നു നമ്മുടെ നാട്ടിലെ സമ്മേളനത്തിന് എല്ലാവരും കൂടെ. ആ നളിനേട്ടനൊക്കെ ഉണ്ടല്ലോ, പുള്ളിയൊന്നും നമ്മളൊന്നും വിചാരിക്കുന്ന പോലല്ലോ കേട്ടോ. പുള്ളി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. നല്ല തങ്കപ്പെട്ട പൊന്നുപോലത്തെ മനുഷ്യൻ. പിന്നെ എന്തേ ആ പള്ളിയിലച്ഛൻ്റെ ഒക്കെ പ്രസംഗം കേൾക്കണമായിരുന്നു. എൻ്റെ പൊന്നോ. പള്ളിയിലച്ച വിശന്നും താഴ്ചയും വരുന്നവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി. ആ പള്ളിമേടയിലോട്ട് ചെന്നാൽ മതി കിട്ടും. എടാ ഞാൻ ആ വയറിങ്ങിൻ്റെ ജോലിക്ക് ചെന്നപ്പോൾ ഇച്ചിരി തണുത്ത വെള്ളം ചോദിച്ചു എന്നെ കിണറ്റെന്ന് കോരി കുടിക്കാൻ പറഞ്ഞ ആളാ. ഇതിങ്ങോട്ട് വന്നേ, ഞാൻ ഒന്ന് കൊടുത്താലേ. അച്ഛൻ വേറെ ദൈവം വേറെ, ഇത്രേ ഉള്ളൂ. ഒന്നും കാണുന്നില്ല ഇവിടെ കാര്യമായിട്ട്. ഇങ്ങനത്തെ അന്ന് പൈസ തീപാറുന്ന പോരാട്ടങ്ങളുടെ യുദ്ധഭൂമിയാവുകയാണ് ചെമ്പരിക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനം. നവോദയ ചെമ്പരിക്ക പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ കരുത്തരായ 10 ടീമുകൾ ഏറ്റുമുട്ടുകയാണ്. വേഗം കൊണ്ട്, കരുത്തുകൊണ്ട്, തന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ കളത്തിന് പുറത്താക്കാൻ അവരെത്തും. ഉദ്ഘാടന മത്സരത്തിൽ KKC കണ്ണൂരുമായി ചെമ്പരിക്ക നവോദയയുടെ ചുണക്കുട്ടികൾ ഏറ്റുമുട്ടുകയാണ്. എത്ര നനച്ചിട്ടാലും തീപാറുന്ന മൈതാന മധ്യത്ത് നവോദയയുടെ കരുത്തനായ വാവ നയിക്കുന്ന കബഡി കളി കാണുവാൻ നിങ്ങളേവരെയും ക്ഷണിക്കും. നശിപ്പിച്ചു. നല്ല മജ്ജായിട്ട് വന്നതാണ്. നീ ബാക്കി വായിക്കാം. ഈ ബാങ്ക് കൊടുക്കണ കേട്ടില്ലേ? അത് അവിടെ നടന്നോളൂ. നീ വിളിച്ചേ വെറുതെ. പിന്നെ അതെന്താ ഏർപ്പാടാന്ന് വേണ്ട. നിനക്ക് പറ്റില്ല കൊണ്ടുപോവാ. ഇങ്ങോട്ടാ ഇന്ന് പോടാ, എനിക്കറിയാം. ഇന്ന് ഓട്ടോ ഇല്ലേ? ഇല്ല. വലിയ ഗമയിലാണല്ലോ. ചെമ്പരിക്കിലെ കരുത്തനായ വാവാന്നൊക്കെ പറയണ കേട്ടല്ലോ. ഉള്ളതാണോ? വന്നെ കളിയുണ്ടോ? അദാനും ഉണ്ടായാലും അംബാനും ഉണ്ടായാലും നമുക്ക് എന്തായാലും ചോദിച്ചാ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. ഷാജാനെ അദാനെ പറ്റി പറയണ്ട കേട്ടോ. അല്ല ഷാജാനെ അദാനിന്റെ ആരാ? എടാ ജോയിച്ചൻ എന്നോട് കാര്യം ചോദിച്ചു, ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. ഞാൻ നിന്നെ വല്ലതും പറഞ്ഞു, നിന്റെ പാർട്ടിക്കാരെ ബന്ധുക്കളെ വല്ലതും പറഞ്ഞ? അല്ല ഞാൻ അറിഞ്ഞില്ല അദാനിന്റെ മറ്റവനാണെന്നുള്ള കാര്യം. ഷാജാനെ ഞാനും നിന്നെ ചോറ് തന്നെയാണ്. നീ എന്താ പറഞ്ഞതെന്നും ആരെ പറ്റി പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലാവും കേട്ടാ. ഞാൻ എന്ത് പറഞ്ഞു, ആരെ പറ്റി പറഞ്ഞു? എനിക്ക് മനസ്സിലാവൂടാ. എന്നെ മണ്ടരാക്കാൻ നോക്കുന്നത് വേണ്ട. നീ ചായ എടുത്തടാ. ഷാജഹാനെ നീ നോക്കിക്കോ, എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. എടാ എന്റെ 10 രൂപയാണ് പോയത്. ഓന് വരണമെന്നുണ്ട്. പിന്നെ ഇവിടെ കാര്യത്തിൽ തീരുമാനമാക്കാതെ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടാണ്. അവളുടെ മൂത്തുപ്പാൻ വേണ്ടി ഒരു പയ്യൻ കോഴിക്കോട് വരണോ? വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്നാ പറയുന്നത്. നല്ല ചെക്കനാന്നാ പറഞ്ഞത്. നീ ആ സുബൈർ ചെക്കന്റെ പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെത്ര കാണിക്കാനൊന്നുമില്ല, കുഞ്ഞുമോള് കണ്ടതാ. നീ ഇങ്ങോട്ട് കാണിക്കാൻ. ഒരു മിനിറ്റ്. ഇവളെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ 50 പവനൊക്കെ. ആഹാ ഇതാ ചെക്കൻ, കൊള്ളാലോ. സുബൈർ വിളിച്ചപ്പോ കാര്യം പറഞ്ഞായിരുന്നു. എന്താടാ ചിരിക്കണേ? ഒന്നുമില്ല. ഈ ബിരിയാണി ചട്ടവും ഇല്ലേ, അതിന് കൈയും കാലും വെച്ച പോലെ ഉണ്ട്. ഉമ്മ ഞാൻ പറഞ്ഞതല്ലേ, ഞാനത് ഡിലീറ്റ് ആക്കി കളയൂട്ടോ. നീ ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല. സുബൈർ ഇത് ഡിലീറ്റ് ആക്കൂല മോളെ. നിന്റെ കാര്യമില്ലേ കട്ടപ്പോകയാണ്. ഉമ്മ എടാ നിനക്ക് ഏതാണ്ട് കളിയൊക്കെ ഉള്ളല്ലേ? പിള്ളേരെ തോളത്ത് കയറാതെ പോയേ. ഉള്ള കാര്യം പറഞ്ഞാണ് എന്റെ റൂബി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ അങ്ങോട്ട് കെട്ടിക്കോ. നാട്ടുകാർ കല്ലി കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കിട്ടിയാനെ. കല്യാണത്തിന് കാര്യം എന്തായി? അവരൊന്ന് കണ്ടിട്ട് പോയി. ഇനി ബാക്കി നോക്കണം. നമുക്കറിയാം എങ്ങോട്ടാന്ന്.
ഈ സുഖം ഇതുവരെ മാറിയില്ലേ? ഏത് കാര്യത്തിന് പോയാലും അതിനകത്തൊന്ന് കേറി ഇറങ്ങണം. AKC കണ്ണൂരും DKC വടകരയും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 17-8 എന്ന നിലയിൽ ഇതാ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കളി കഴിഞ്ഞാൽ ഉടൻ AKC ചെമ്പരിക്ക ചെമ്പരിക്ക നവോദയ വർഷം വരുന്നില്ലേ? വാന്ന് കുറച്ചേരം കണ്ടിട്ട് വന്നു. അടുത്ത കൊല്ലാട്ട് ഉഗ്രങ്ങളെ വാ. എനിക്ക് ഇഷ്ടമില്ല. എന്തായി തുടങ്ങിയ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മത്സരത്തിന് ശേഷം എന്തായി തുടങ്ങിട്ട് പറയാ? നേരത്തെ തുടങ്ങി. സുരേഷ്, മധു, മധു ഒന്നും മിണ്ടാനും പറ്റണില്ല. ഹലാക്കിന്റെ ഹൗലും കഞ്ഞി ഇങ്ങട് വാ. എന്തിനാണ് ഇവരൊക്കെ ഇപ്പൊ കൊലക്ക് കൊടുത്ത്? തലക്കല്ലടാ, നടുവിനാണ്. ആ ഞങ്ങൾ ഹോസ്പിറ്റലാ. ആ ഓക്കെ. നീയൊക്കെ ഇതിൽ കളിക്കാനാണ് ഇങ്ങോട്ട് വന്നത്? വാടാ, ഒരു സെൽഫി എടുക്കണം. എന്നാലും വാ. എടാ ഒന്ന് ചിരിക്കടാ. നീയൊക്കെ എന്ത് പരാജയടാ? എന്നാലും നിനക്ക് ഇതങ്ങനെ പറ്റിയടാ? വല്ലാത്ത സംഭവം പോയിട്ടാ. അമ്മ കൈ കഴുകിയിട്ടാണ് ഈ പിഴിഞ്ഞോണ്ടിരിക്കണത്. ആ കൈ കാണിച്ചേ. ആ ബെസ്റ്റ്. വേണമെങ്കിൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നീ കുടിക്കണ്ട. എന്നാടാ മക്കളെ. അയ്യോ വേണ്ട, എനിക്ക് തൊണ്ടവേനാണ്. എടാ നിനക്ക് എന്നാരും കുടിക്കണ്ട. പോ. ഇതിന് ഇത്രയും രുചിയുണ്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ക്യാഷവാടം നമ്മുടെ നിന്ന് പോയല്ലടാ. ഒരു 5 രൂപ പോക്കറ്റിലിരുന്നേനെ. അതേ സിസ്റ്റർ തന്നെ. കളിക്കാരനത് എന്ത് പറ്റി? ചെമ്പരിക്കയുടെ പടത്തലവന്. പടത്തലവന്റെ നടുവ് പോയി. കളിയൊക്കെയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ അഡ്മിറ്റായോ? പണിയൊന്നുമില്ലല്ലോ അമ്മേ, ഇതിനകത്തൊരു പൊടിയുണ്ടേ, കാൽസ്യം വൈറ്റമിൻ ഡി അടങ്ങിയതാ. ഇച്ചാൻ കാനഡയിൽ നിന്ന് തന്നയച്ചതാ. ഡേറ്റ് കഴിഞ്ഞാണെന്ന് നോക്കി കിട്ടാമേ. അച്ചാരിയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ കഴിക്കണ്ട. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എടാ നമ്മൾ പോന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കും. അല്ല നിങ്ങൾ പോലെ നിക്ക്. അല്ലടാ, പോയിട്ട് വരാം. ഇനി അവർ നിൽക്കത്തില്ല. ഞാൻ വന്നില്ലേ? എടാ വാട്സപ്പിൽ പോകാനൊക്കെ ഇങ്ങോട്ട് ആയിക്കിട്ടാ. സമയം പോണ്ടേ? ആയിക്കോട്ടെ. എടാ അവര് പോയത് നിന്നെ കണ്ടിട്ടൊന്നുമല്ല കേട്ടോ. എൻ്റെ ഓട്ടോമാരയിലാണ്. അതുമായിട്ട് കറങ്ങാൻ പോണതാ. എന്നാ ഞാനും ഇറങ്ങട്ടെ. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാലോ? ഓ അയക്കാം. പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓട്ടോയ്ക്ക് വാവ എത്തിയിട്ട് മതി. മോൾക്കെന്ന് പോണ്ടായിരുന്നോ? ഡ്യൂട്ടിയൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞമ്മ. റെസ്റ്റ് എടുക്ക്, നടുവല്ലേ. പോട്ടെ. നല്ലവളാ. കുറച്ച് പൈസ എൻ്റെ മറ്റേ കുറി വീണത്. മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ ആ മുസമ്പി ആയിരിക്കും. അല്ല, വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ? വന്നു. എന്നേ പോട്ടെ. ഇപ്പൊ അവിടെ ആരുമില്ല. വാ. എടാ വാവേ, നിനക്ക് മനസ്സിലായി ഇയാളെ? മണിയംകുളത്തെ ഷുക്കൂർ. ഇയാളെ മോളിവിടെ അഡ്മിറ്റാ. സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു.
നിന്റെ കയ്യിൽ പൈസ കാണും. വാങ്ങിച്ചോ. മറക്കൂല മോനെ, ഒരിക്കലും.